ഭാരതിന്റെ ഓഫർ ഉണ്ടായിരുന്നു. എന്ത് ഈ കല്യാണ ഡ്രസ്സ് വാങ്ങിക്കഴിഞ്ഞാൽ 100% ക്യാഷ് ബാക്ക്. നീ ഞാൻ പോയി വാങ്ങുമോ? ഇല്ല. കല്യാണ ഡ്രസ്സ് വാങ്ങുന്നവർ മാത്രമല്ല വാങ്ങുള്ളൂ. അതെ, കല്യാണ ഷോപ്പിങ്ങിനാണ് വില. അപ്പോൾ അവർക്ക് കച്ചവടം നടക്കും. ഗീവ് അവേ കിട്ടേണ്ടവർക്ക് കിട്ടും ചെയ്തു. എനിക്ക് നിനക്കല്ലോ ഗീവ് അവേ കിട്ടുക, അല്ല അത് ഷോപ്പ് ചെയ്തവർക്കല്ലേ കിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതാ പറഞ്ഞത്, വെറുതെ ഗീവ് അവേ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മുടെ കസ്റ്റമേഴ്സിന് തന്നെ നമ്മൾ കൊടുക്കണം, എന്നാലേ അവർ വരുള്ളൂ. മനസ്സിലായി? എസ് ഭാരതിന് എന്തായിരുന്നു വേണ്ടിയിരുന്നത്? കല്യാണ ഷോപ്പിംഗ് 1 ലക്ഷം 2 ലക്ഷം റുപ്യേൻ്റെ ബിസിനസ് അവിടെ നടക്കുമ്പോൾ അങ്ങനത്തെ ബിസിനസ്സിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളതിന് അവർ കല്യാണ ഷോപ്പിംഗ് നടത്തുന്നവർക്ക് മാർക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് 100% ക്യാഷ് ബാക്ക് ഓഫർ ചെയ്തു. വർക്കൗട്ടായി, അവർക്ക് നല്ല കച്ചവടം നടന്നു. ഒരാൾക്ക് അത് ഡൗൺ ചെയ്തു. അതിന് പകരം അവർ പറയാണ് കമൻറ്റ് ഇടുക, കമൻറ്റിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. കുറേ കമൻറ്റ് വരുന്നല്ലാണ്ട് അവർക്ക് ഒറ്റ കച്ചവടം നടക്കില്ല. അത് ശരിയാ. അപ്പൊ അങ്ങനെ കമന്റ് ചെയ്തിട്ടാണോ നമ്മൾ പരിപാടി ചെയ്യുന്നത്? അല്ലല്ലോ. നമുക്ക് വരില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് നമുക്കൊന്നും കൊടുക്കണം. നമുക്ക് പൈസ തരും, നമ്മുടെ കച്ചവടം വർദ്ധിക്കും എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വരുന്നവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയോ ചെയ്യാം. 1000 പേര് വരുമ്പോൾ ഒരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാം. അത് നടക്കും. അല്ലാണ്ട് നമുക്ക് ആരെ വേണ്ട. ശരിയല്ലേ? ഇപ്പൊ എസ് ഭാരതികാര് ഒരു അവിടുന്ന് ഒരു കമന്റ് ചെയ്യൂ? ഇല്ലല്ലോ, ഇല്ല കമന്റ് ചെയ്യില്ല. പകരം നിനക്ക് കല്യാണമായി, നീ കല്യാണ ഡ്രസ്സ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നീ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും? അതിന്റെ ഭാഗമാക്കാവും. കാരണം നിനക്ക് എന്തായാലും കല്യാണ ഡ്രസ് എടുക്കണം. കണ്ടീഷൻ മനസ്സിലാക്കണേ. നിനക്ക് എന്തായാലും കല്യാണ ഡ്രസ് എടുക്കണം. പൈസ നിനക്കറിയാം 1 ലക്ഷം 2 ലക്ഷം റുപ്യേന്റെ അടുത്ത് ചിലവാകും മിനിമം. ഞാൻ സിന്ദൂറിൽ നിൽക്കുന്ന സമയത്ത് ഒരു ഡ്രസ്സിന് 20,000 റുപ്യേന്റെ 30,000 റുപ്യേന്റെ കണ്ടിരുന്നു. അന്ന് അന്തം വിട്ട് നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ സാധനം, അതായത് ഒരു മറ്റേ ഫോർക്കോ എന്തോ സാധനം ഉണ്ടല്ലോ, എനിക്കറിയില്ല. ഫോർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കുത്തി തിന്നണ സാധനമാണ് ഫോർക്ക്. നൈഫ് ഫോർക്കും അല്ല, അത് ഫ്രോക്ക് അങ്ങനത്തെ സാധനം ഉണ്ട്. അത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടു. ഇത് ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ ഇടൂല, പിന്നെ അതിന്റെ ആവശ്യം വരുന്നില്ല. അതാണ് 20,000 റുപ്യ കൊടുത്തിട്ട് വാങ്ങുക. ഞാൻ അന്തം വിട്ടുപോയി. ഇപ്പൊ അതിന്റെ വില കൂടിയിട്ടുണ്ടാവും. 2 ലക്ഷം റുപ്യ ഞാൻ അന്നത്തെ കണക്കാണ് പറയുന്നത്. അവിടെ 2 ലക്ഷം 3 ലക്ഷം റുപ്യൊക്കെ ഒരു വാങ്ങിയിട്ട് പോകുന്നതാണ്, ഒറ്റ പർച്ചേസിന്. അപ്പൊ അങ്ങനത്തെ പർച്ചേസ് ഉണ്ടാകുന്ന സമയത്ത് നീ എന്താ ആലോചിക്കുക? ഡിസ്കൗണ്ട് നോക്കൂലേ? ഞാൻ ഡിസ്കൗണ്ട് നോക്കും. ഇനി ഇൻ കേസ് നീ പറഞ്ഞ പോലെ എനിക്ക് എങ്ങാനും ഭാഗ്യമുണ്ടെങ്കിൽ എനിക്ക് അത് പൈസ നിനക്ക് കുറേ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതിൽ ചൂസ് ചെയ്യുന്നതിന് നീ ഇങ്ങനെ ഒരു സാധനം എടുക്കും. അപ്പൊ അവർക്കും കച്ചവടം നടക്കും, നിനക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും ചെയ്യും. അതെ, ലോട്ടറി എടുക്കാണ്ട ലോട്ടറി എടുത്ത പോലെ ഇല്ലേ? അപ്പൊ അങ്ങോട്ട് പോകും. നമുക്ക് എന്തായാലും ഇത് നിർബന്ധത്തിനാണ് നമ്മൾ ഈ പൈസ മുടക്കി വാങ്ങണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മൾ ചാൻസ് എടുത്ത് നോക്കുക. അതാണ്, അങ്ങനെയാണ് ഗീവ് അവേ കൊടുക്കേണ്ടത്. അതായത് ചുമ്മാ ഞങ്ങളുടെ ഈ ബസ്സിൽ കയറി ബത്തേരിക്ക് ഫുൾ ടിക്കറ്റ് എടുത്ത് പോകുന്നവന് ചിലപ്പോ ഈ ടിക്കറ്റിന് ഇന്നത്തെ ദിവസം 500 രൂപ പ്രൈസ് ഉണ്ടാവും. തന്നെ അങ്ങനെ കൊടുക്കുക. അല്ലാണ്ട് എന്ത് ചെയ്യരുത്? നാട്ടിൽ പോകുന്ന എല്ലാവരോടും പറയരുത് എന്ത്, നിങ്ങൾ എന്റെ വണ്ടി വന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടീന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സെൽഫി ഇട്ടാൽ ചിലപ്പോ 500 രൂപ കിട്ടും. അത് പറയരുത്. അതില് കാര്യം എന്താ? അവരാരും വണ്ടി കയറൂല. ചിലപ്പോ അവിടെ എന്തോ സാധനം വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്നവർ വരെ ഫോട്ടോ എടുത്തിട്ട് പോകും. അവര് നമുക്ക് പൈസ തരുന്നില്ല, ബിസിനസിന് പൈസ കൊടുക്കുന്നില്ല. അപ്പൊ ബിസിനസ്സിലേക്ക് പൈസ ആരാണ് തരുന്നത്? അവരാണ് കസ്റ്റമർ. ആ കസ്റ്റമർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന സാധനമായിരിക്കണം ഗീവ് അവേ. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുക, നമ്മൾക്ക് നമ്മളെ കസ്റ്റമേഴ്സിനാണ് നമ്മൾ ഗീവ് അവേ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ വലിയ ആൾക്കാരൊക്കെ നമുക്കറിയില്ല, അക്കൗണ്ടിനകത്തൊക്കെ പല ആൾക്കാരും ഇപ്പോ വലിയ വണ്ടികള് 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ അവരതൊക്കെ ഗിവ് അവേ കൊടുക്കുമ്പോ ഇവർക്ക് ഇതിന്റെ സൈക്കോളജി അറിയായിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അവർക്ക് കുറെ ഒരു 10 ലക്ഷം റുപ്യ കയ്യിൽ നിന്ന് പോകുമ്പോഴേ അവർ പഠിക്കുള്ളൂ. പക്ഷെ അവരത് ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ മേ ബി എനിക്ക് തോന്നുന്നു ഈ വീഡിയോന്റെ വ്യൂസ് കൂടുമ്പോ ഇവർക്ക് പൈസ കിട്ടും. അതായത് ഈ ചെയ്യുന്ന ആൾക്ക് പൈസ കിട്ടും. അപ്പൊ ഞാൻ ചെയ്യുന്ന ആളാണ്. ഇതിന്റെ ഗുണം ഇൻഫ്ലുവൻസറിന് മാത്രമാണ്, ബിസിനസിന് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ. ഇത് പ്രസന്റ് ചെയ്യുന്ന ആരാ? ഇൻഫ്ലുവൻസർ. ഇപ്പൊ സിനിമ പൊട്ടിയാലും ജയിച്ചു കഴിഞ്ഞാലും ആക്ടേഴ്സിന് പൈസ കിട്ടും. ഒരു ഗുണം മാത്രമേ ഉള്ളൂ. ആലോചിച്ചോക്ക്, സിനിമയിൽ ഫേസ് കാണിക്കുന്നു, അടുത്ത സിനിമ കിട്ടുന്നു, പൈസയും കിട്ടുന്നു. നഷ്ടമാർക്കാ? പ്രൊഡ്യൂസർക്ക്.
അതന്നെ സംഭവം. ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന 3 സാധനം ആർക്കാ ഇൻഫ്ലുവൻസറിനെ കിട്ടുന്നു. അപ്പൊ വിജയിക്കുന്ന സിനിമയാണെങ്കിലോ ഇതേപോലെ വിജയിക്കുന്ന ക്യൂബേ ആണെങ്കിലോ വിജയിക്കുന്നതാണെങ്കിൽ പ്രൊഡ്യൂസറിന് ലാഭം. പക്ഷെ നേരെ തിരിച്ചിലുണ്ടാവുക 100 പ്രാവശ്യം 99 പ്രാവശ്യം തോക്കും, ഒരു പ്രാവശ്യം മാത്രമേ വിജയിക്കുള്ളൂ. അതെ, എന്നുവെച്ചാൽ 99 ആൾക്കാർക്ക് പൈസ നഷ്ടപ്പെടും, ഒരാൾക്ക് നല്ല ലാഭം കിട്ടും. അത്രേ ഉള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, ജീവക കൊടുക്കരുത്. ജീവക കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ കസ്റ്റമേഴ്സിന് നമ്മൾ ജീവക കൊടുക്കുക. ആരാൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കരുത്. നമുക്ക് പൈസ കമ്പനി ബിസിനസ്സിൽ 1 രൂപേൻ്റെ സാധനം വാങ്ങുക എന്ന് ഉറപ്പുള്ള ആൾക്കാർക്ക് ഒരിക്കലും ജീവക കൊടുക്കരുത്. എൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ.